വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. ചൈൽഡ് മാരേജിനേക്കാൾ ഉപരി അതൊരു ഇൻഫന്റ് മാരേജ് എന്ന് പറഞ്ഞതാവും ശരി. പക്ഷേ ആ വിവാഹം നടക്കുന്നു. കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല, കഥ അവിടെ തുടങ്ങുകയായിരുന്നു. ഒരു സ്ത്രീ ഓഫീസിലേക്ക് പോകുമ്പോൾ അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് ഇന്ത്യൻ നിയമം എപ്പോൾ ഉറപ്പു നൽകി? ഇന്നീ ചോദ്യം കേൾക്കുമ്പോൾ വളരെ സ്വാഭാവികപരമായി തോന്നാം. പക്ഷേ 1997 മുൻപ് ജോലി സ്ഥലത്ത് ലൈംഗിക പീഡനം തടയാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, അങ്ങനെ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ലെങ്കിൽ ഭരണഘടന നിശബ്ദമാണോ? ഈ ചോദ്യം സുപ്രീം കോടതിയുടെ മുന്നിലെത്തിച്ചത് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ ആരും തന്നെ ആയിരുന്നില്ല. ഒരു ഗ്രാമത്തിലെ സാധാരണ സർക്കാർ വനിതാ ജീവനക്കാരിയായിരുന്നു. അവളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ വലിയൊരു പരീക്ഷണത്തിലാക്കുന്നു. ആ പരീക്ഷണത്തിൽ നിന്നാണ് വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്ന ചരിത്രവിധി പിറക്കുന്നത്. ജോലി സ്ഥലത്ത് മാന്യതയോട് കൂടി ജോലി ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് ഈ ഒരു കേസിന്റെ ഇതിവൃത്തം. 3 അവകാശങ്ങളാണ് ഇതിൽ വരുന്നത്. ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി ആൻഡ് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. ഇവ 3ഉം ഇന്ത്യൻ ഭരണഘടന ജീവിതത്തിലേക്ക് വായിക്കുവാൻ തയ്യാറാവുകയാണ്. വിശാഖ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വിശാഖ എന്ന പെൺകുട്ടിക്ക് സംഭവിച്ചതാണ് ഇതൊക്കെയെന്ന്. പക്ഷേ വിശാഖ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ പേരായിരുന്നില്ല. ഭാൻവരി ദേവിക്ക് വേണ്ടി അണിനിരന്ന അനേകം സ്ത്രീ സംഘടനകളിൽപ്പെട്ട ഏറ്റവും മുഖ്യമായ സംഘടനയായിരുന്നു വിശാഖ. അപ്പോൾ ആരാണ് ഈ ഭാൻവരി ദേവി? ഭാൻവരി ദേവി രാജസ്ഥാനിലെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. സ്വാതിൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അംഗനവാടി വർക്കർ. അവർ തന്റെ ജോലിയുടെ ഭാഗമായിട്ട് ആ ഗ്രാമത്തിലെ ഒരു പ്രബലനായ ഠാക്കൂറിന്റെ മകളുടെ വിവാഹം തടയാൻ ശ്രമിക്കുന്നു. അത് വെറും ഒരു വിവാഹമായിരുന്നില്ല, വെറും 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. ചൈൽഡ് മാരേജിനേക്കാൾ ഉപരി അതൊരു ഇൻഫന്റ് മാരേജ് എന്ന് പറഞ്ഞതാവും ശരി. പക്ഷേ ആ വിവാഹം നടക്കുന്നു. കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല, കഥ അവിടെ തുടങ്ങുകയായിരുന്നു. ഭാൻവരി ദേവിയുടെ പ്രവൃത്തി ആ ഗ്രാമത്തെ മൊത്തത്തിൽ രോക്ഷാകുലരാക്കുന്നുണ്ട്. അവൾക്ക് ഭ്രഷ്ട കൽപ്പിക്കുന്നു. പക്ഷേ ഭാൻവരി ദേവി തന്റെ പ്രവൃത്തികളുമായിട്ട് മുന്നോട്ടു പോകുന്നു. ഇത് ഠാക്കൂറിന് ഒരിക്കലും സഹിക്കുന്നതായിരുന്നില്ല. ഠാക്കൂറും 5 കൂട്ടാളികളും ചേർന്ന് ഭർത്താവിന്റെ മുന്നിലിട്ട് അവരെ കൂട്ടബലാത്സംഗം ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു സ്റ്റേറ്റ് സിസ്റ്റം എങ്ങനെ അവരോട് പെരുമാറി എന്നതാണ്. അവർ നേരെ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഹോസ്പിറ്റലിൽ നിന്നും പറയാൻ സാധിക്കില്ല, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ. പക്ഷേ അവിടുത്തെ ഡോക്ടർ അവരെ എക്സാമിൻ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. പോലീസും FIR ഇടാൻ ആദ്യം തയ്യാറാകുന്നില്ല. പിന്നീടുള്ള അവരുടെ പോരാട്ടത്തിൽ കേസ് ട്രയൽ കോർട്ടിലേക്ക് എത്തുന്നു. പക്ഷേ പ്രതികളെ മൊത്തത്തിൽ വെറുതെ വിടുന്നു. പയ്യെ ഈ ഒരു കേസ് ഒരു പ്രാദേശിക മാധ്യമം അറിയുന്നു. അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു കേസിന് ഇന്ത്യ മൊത്തത്തിൽ ഒരു മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. അങ്ങനെ സ്റ്റേറ്റ് കാണിച്ച ഈ ഒരു ക്രൂരത എല്ലാവരും ചർച്ച ചെയ്യുകയാണ്. വിശാഖ അടക്കമുള്ള സ്ത്രീ സംഘടനകൾ മൊത്തത്തില് സുപ്രീം കോടതിയിലേക്ക് ഇരച്ചെത്തുന്നു. അവർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ബില്ല് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു കേസ് ചീഫ് ജസ്റ്റിസ് JS വർമ്മ, സുജാത V മനോഹർ, BN കൃപാൽ എന്നിവരുടെ ബെഞ്ചിന്റെ മുന്നിലേക്ക് എത്തുന്നു. ഇന്ത്യയിൽ സ്വന്തം തൊഴിലിടങ്ങളിൽ മാന്യതയോടുകൂടി സുരക്ഷയോടുകൂടി ജോലി ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിലെ സ്ത്രീകൾക്കുണ്ടോ? ഇനി അഥവാ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം നിർമ്മിക്കേണ്ടതല്ലേ? ഈ ഒരു ചോദ്യം അവരുടെ മുന്നിലേക്ക് വരുന്നു. അപ്പോഴാണ് കോടതി തന്നെ മനസ്സിലാക്കുന്നത് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന വാക്കിനെ എവിടെയും നിർവചിച്ചിട്ടില്ല. അത് പ്രകാരം കോടതി സെക്ഷൽ ഹറാസ്മെന്റിനെ നിർവചിച്ചത് ഇപ്രകാരമായിരുന്നു: എനി അൺവെൽക്കം ആക്ട്സ് ഓർ ബിഹേവിയർ ഡയറക്റ്റ് ഓർ ഇംപ്ലൈഡ് ഇൻക്ലൂഡിംഗ് physical contact or advances, demands for sexual favors
sexually colored remarks showing pornography or other unwelcome conduct of a sexual nature that creates a hostile, intimidating or offensive work environment or implies promises or threats about employment. ഇതിൽ നിയമമുണ്ടാക്കേണ്ടത് പാർലമെന്റിന്റെ അധികാരമാണ്. പക്ഷേ അതിൽ കാലതാമസം വരുമെന്നതിനാൽ ഞങ്ങൾ തന്നെ നിയമമുണ്ടാക്കുകയാണ്. അതാണ് 1997 വിശാഖ ഗൈഡ് ലൈൻസ്. പിന്നീട് 16 വർഷങ്ങൾക്ക് ശേഷമാണ് പാർലമെന്റ് ഒരു നിയമം പാസാക്കുന്നത്. വിശാഖ ഗൈഡ് ലൈൻസ് വളരെ ആഴത്തിൽ പഠിച്ച് ഒരു ഡീറ്റെയിൽഡ് ഡ്രാഫ്റ്റിംഗ് തന്നെയായിരുന്നു ഈ ഒരു പോഷ് ആക്ട്. നമുക്കിനി പോഷ് ആക്ട് എന്തെന്ന് നോക്കാം. എന്തുകൊണ്ട് പോഷ് ആക്ട് അനിവാര്യമായിട്ട് വന്നു? വിശാഖ ഗൈഡ് ലൈൻസ് പോരായിരുന്നു. വിശാഖ ഗൈഡ് ലൈൻസ് നല്ലതായിരുന്നു, പക്ഷെ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഏകീകൃത നടപ്പാക്കൽ നമുക്ക് വിശാഖ ഗൈഡ് ലൈൻസിൽ കാണാൻ സാധിക്കുന്നില്ല. സ്വകാര്യ മേഖലകളെ അതിൽ നിരാകരിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ പെനാൽറ്റികളെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ വിശാഖ ഗൈഡ് ലൈൻസ് തയ്യാറാവുന്നില്ല. ജോലി സ്ഥലത്തിന് വളരെ വിശാലമായ തരത്തില് ഒരു നിർവചനം കൊടുക്കാൻ പാർലമെന്റ് തയ്യാറാകുന്നുണ്ട്. പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ, ഓർഗനൈസ്ഡ്, അൺഓർഗനൈസ്ഡ് വർക്കർ, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വെർച്വൽ വർക്ക് പ്ലേസ് വർക്കേഴ്സ് ഒക്കെ തന്നെ ആ ഒരു നിർവചനത്തിലേക്ക് വരുന്നുണ്ട്. വിശാഖ ഗൈഡ് ലൈൻസ് പ്രകാരമുള്ള ഇന്റേണൽ കംപ്ലൈന്റ്സ് കമ്മിറ്റീനെ പോഷ് ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാക്കി മാറ്റുന്നുണ്ട്. അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ഒരു സീനിയർ വനിതാ ഉദ്യോഗസ്ഥയായിരിക്കും. അതേ കണക്ക് തന്നെ അംഗങ്ങൾ 50%-ലധികവും സ്ത്രീകളായിരിക്കും. അവരുടെ നിർദ്ദേശങ്ങൾ നിയമപ്രാബല്യമുള്ളതാണ് എന്നും പാർലമെന്റ് പറയുന്നുണ്ട്. വിശാഖയിലില്ലാത്ത ഒരു ലോക്കൽ കംപ്ലൈന്റ്സ് കമ്മിറ്റീനെയും നമുക്ക് ഈ ഒരു നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. അന്വേഷണം 90 ദിവസത്തിനുള്ളിലും അതേപോലെ നടപടി 60 ദിവസത്തിനുള്ളിലും പൂർത്തിയാക്കണമെന്നും അങ്ങനെ ഒരു ടൈം ബൗണ്ട് പ്രൊസീജിയർ ആണ് ഈ ഒരു നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ അപ്പീൽ പ്രൊവിഷൻസും ഈ ഒരു നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് സ്ത്രീ സുരക്ഷയെ കുറിച്ചുള്ള സാമൂഹ്യ വിധി മാത്രമായിരുന്നില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ് ജുഡീഷ്യൽ ആക്ടിവിസം പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. നിയമസഭ പരാജയപ്പെട്ട സമയത്ത്, നിയമങ്ങൾ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എങ്ങനെ സുപ്രീം കോടതി ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. വിശാഖ ഗൈഡ് ലൈൻസ് ഒരു നിയമമല്ലായിരുന്നു, പക്ഷേ അവയ്ക്ക് നിയമത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ലെജിസ്ലേച്ചറിന്റെ സ്ഥാനത്ത് കയറി നിയമം നിർമ്മിക്കുക മാത്രമല്ല ജുഡീഷ്യൽ ആക്ടിവിസം, ഭരണഘടനയുടെ ആത്മാവ് സംരക്ഷിക്കാൻ ഇടപെടുക കൂടിയായിരുന്നു.